All, Islam ഒരു സമാധാനത്തിനും മതമാണ്. ഇസ്ലാം ഒരിക്കലും ആണിനും പെണ്ണിനും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടില്ല. Let's see what Islam really says about women and what we practice in our daily lives. Why are you all so happy? എനിക്കൊരു സിസ്റ്റർ ഉണ്ടായി. Now we are 3 sisters. 3 sisters? Do you know how blessed we are? എങ്ങനെയാ 3 sisters blessing ആവുന്നേ? Girls are a source of rewards and sons are a blessing. Whoever Allah has given 2 daughters and is kind towards them will have them as a reason for him to be admitted to paradise. And whoever Allah has given 3 daughters and he proceeds to raising them will have them as a shield for him from the hellfire on the day of resurrection. Naifa! What are you doing? നീ എന്താ ചെയ്യുന്നത്? You are a girl. പെണ്ണാന്നുള്ള ബോധമില്ലേ? You should not do all these things. Who said? ഇങ്ങനൊന്നും ഇല്ലല്ലോ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് ശരിയാ. Islam esteems the same value onto men and women, describing how we are all recipients of the divine breath. ആ ഫ്രൈ ആണല്ലോ, അടുങ്ങ രണ്ടാൾ പപ്പടം എടുത്തോളൂ. അത് വേണ്ട, ശേഷിയാ. ഫുഡായാലും കളിയായാലും ഡ്രസ്സായാലും we'll do it together and share equally. Observe your duty to Allah in respect to women and treat them well. എന്താ പറ്റിയ ഇത്ര ആലോചന? എന്റെ മോളുടെ കല്യാണം തീരുമാനിച്ചു. എന്തൊക്കെ ചെലവ്, ആരൊക്കെ കല്യാണത്തിന് വിളിക്കണം എന്നൊക്കെയാ ഒന്ന് ആലോചിച്ചു പോയതാ. ഫുൾ ടെൻഷൻ. നമ്മളുടെ പ്രശ്നമാണ് നമ്മള് ഇസ്ലാമിന്റെ വ്യൂസ് ഓഫ് മാരേജിനെ കുറിച്ച് പഠിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ബട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. മഹർ ഒരു മാരേജിന്റെ വെരി ഇമ്പോർട്ടന്റ് പാർട്ടാണ്.
ഒരു സ്ത്രീന് പുരുഷനോട് ചോദിച്ചു മേടിക്കാനുള്ള റൈറ്റ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ ഇപ്പോഴത്തെ ലിവിംഗ് സൊസൈറ്റിയില് അൺനെസസറി ആഘോഷങ്ങളും സോഷ്യൽ ഈവൻസ് ലൈക്ക് ഡൗറി ഒരു നോർമായിട്ടുണ്ട്. ഇത് കാരണം ആൾക്കാർ വിചാരിക്കും അവരുടെ ഡോട്ടേഴ്സ് ഒരു ബേർഡനാണ്. അറ്റ്ലീസ്റ്റ് ദി യങ്ങർ ജനറേഷൻ ഓഫ് ടുഡേ ഷുഡ് ഒപ്പോസ് ഫ്രം ദിസ്. അല്ലെങ്കിൽ കോവിഡ് ടൈം പഠിപ്പിച്ച ലെസൺസ് പിന്നെ പഠിക്കേണ്ടി വരും. ഉമറിന്റെ ഭരണകാലത്ത് മഹർ ക്രമാതീതമായി വർദ്ധിച്ചതായും ജനങ്ങൾക്ക് വിവാഹം തന്നെ പ്രയാസകരമായി തീരുകയും ചെയ്തതായി ഖലീഫയ്ക്ക് തോന്നി. പള്ളി മീമ്പറിൽ വെച്ച് സ്ത്രീകൾ മഹറിന്റെ അളവ് കുറയ്ക്കുന്നതിന്റെ ആവശ്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. സദസ്സിൽ ഒരു വൃദ്ധ സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു, അള്ളാഹു അതിന് പരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. പിന്നെ താങ്കൾ എന്തിനാണ് അതിനെ പരിമിതപ്പെടുത്തുന്നത്? അതിന് താങ്കൾക്ക് എന്ത് അവകാശം? ഒരു സ്വർണ്ണ കൂമ്പാരം തന്നെ നൽകിയാലും. നിസാ 20 ഇന്നല്ലേ ഖുർആനിന്റെ പ്രയോഗം? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ്, എനിക്ക് തെറ്റുപറ്റി. ഞാൻ ആ കൽപ്പന പിൻവലിക്കുന്നു. This is the job I was looking for. പക്ഷെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റോ? Why are you confused? ആരെങ്കിലും നിന്റെ അടുത്ത് പറഞ്ഞേനാ ലേഡീസ് വർക്ക് ചെയ്യാൻ പാടില്ലാന്ന്? ഖദീജ റളിയല്ലാഹു അൻഹ ഒരു സക്സസ്ഫുൾ ബിസിനസ് വുമൻ ആയിരുന്നില്ലേ? ആണായാലും പെണ്ണായാലും ഇസ്ലാമിന്റെ വർക്കിന്റെ റൂൾസ് സെയിമാ. ജസ്റ്റ് ലേഡീസിന് കുറച്ച് സ്പെഷ്യൽ കൺസിഡറൻസ് ഉണ്ട് എന്നായിരുന്നു. റസൂലും സ്വഹാബികളും പറഞ്ഞല്ലേ നമ്മൾ കേൾക്കണ്ട? അവരാരെങ്കിലും പറഞ്ഞേനാ ലേഡീസ് വർക്ക് ചെയ്യാൻ പാടില്ല, ലേഡീസ് ബിസിനസ് ചെയ്യാൻ പാടില്ല, ലേഡീസ് എഡ്യൂക്കേഷണൽ ചെയ്യാൻ പാടില്ല? പെണ്ണാവട്ടെ ആണാവട്ടെ പഠിച്ചവന്റെ മാത്രം അടിമയാണ്, വേറെ ഒരാളുടെയും അടിമയല്ല. ഒരു സ്വപ്നവും തകരാൻ പാടില്ല, ഒരാളുടെയും ചിറകിരാൻ പാടില്ല, ഒരാളുടെയും ആകാശം മായ്ക്കാൻ പാടില്ല. ഒരു പക്ഷി അല്ലാതാവുന്നത് അതിന് ചിറകില്ലാതാവുമ്പോഴല്ല, അതിന് ആകാശമില്ലാതാവുമ്പോഴാ. അത് എപ്പോഴും ആലോചിക്കണം നമ്മള്. No one but only Allah can limit human freedom. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. The believers, men and women, are awliya of one another. They enjoin what is right and forbid the wrong. They perform the salat and give the zakat and obey Allah and His Messenger sallallahu alayhi wasallam. Allah will have His mercy on them. Surely Allah is Almighty, All-Wise. When she is a daughter, she opens the door of Jannah for her father. When she is a wife, she completes half the deen of her husband. When she is a mother, Jannah lies under her feet. If everyone knew the true status of a Muslim woman, even men would want to be women.